നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയയിലെ താരവുമായ രേണു സുധി തനിക്ക് ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തി അടുത്തിടെയാണ്. ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പി രേണുവിന് ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ രേണുവിനെ ഐസിയുവിൽ അഡ്മിറ്റ് ആക്കിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത സുഹൃത്തും വ്ലോഗറുമായ സജീനയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ പങ്കുവച്ചുകൊണ്ട് ആദ്യമേ രംഗത്തെത്തിയത്. സജീന പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: രാവിലെ രേണുവിന്റെ പപ്പയെ വിളിച്ചിരുന്നു. തിരക്കുകളിലായിരുന്നുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നു. രേണു ആശുപത്രിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തിനാണ്, എങ്ങനെയാണെന്നുള്ള വിശദീകരണങ്ങളൊന്നും തന്നിരുന്നില്ല. അത് തരാൻ പറ്റിയിരുന്നില്ല. രേണുവിന്റെ ചേച്ചി രമ്യനെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. വർക്കിലായതിനാൽ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇടയ്ക്കൊരു ഫ്രണ്ട് വിളിച്ചിട്ട് രേണുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും അറിയില്ല, ഇടയ്ക്ക് രമ്യ വിളിച്ചിരുന്നു, എടുക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് രമ്യയെ വിളിക്കുന്നത്. ആശുപത്രിയിൽ പോയപ്പോൾ രേണുവിനെ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുവെന്നും ഭയങ്കരമായിട്ടുള്ള വേദനയും ഛർദിയും വയറിളക്കവുമാണ്. നാക്കൊക്കെ കുഴഞ്ഞ് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, ആകെ കുഴഞ്ഞു പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അവൾ അഡ്മിറ്റ് ആവുകയായിരുന്നുവെന്നും രേണുവിന്റെ ചേച്ചി പറയുകയുണ്ടായി. 2 ദിവസം അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞുവെന്നും രേണുവിന്റെ ചേച്ചി വെളിപ്പെടുത്തിയിരുന്നു. ഈ വിവരം പറയാനാണ് വിളിച്ചത്. എന്നിലൂടെ രേണുവിന്റെ വിവരങ്ങൾ അറിയുന്ന കുറെ പേരുണ്ട്. അവരെ അറിയിക്കാനും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറയാനും വേണ്ടിയാണ് എന്നെ വിളിച്ചതെന്നും പറഞ്ഞിരുന്നു. ആദ്യം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ദൈവമേ, അവൾക്കൊന്നും വരുത്തരുതേ എന്ന് കുറെ പേർ കമന്റ് ചെയ്തിരുന്നു. റീച്ചിന് വേണ്ടിയാണ് സജീന ഇങ്ങനെ പറഞ്ഞതെന്ന് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അങ്ങനെ വിമർശിക്കുന്നവർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ അറിയുന്ന കാര്യമേ മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ആരോഗ്യപരമായി വളരെയധികം വീക്കാണ് രേണു. അത് വ്യക്തമായി നേരിട്ടറിയാവുന്ന കാര്യമാണ് എനിക്ക്. ഫുഡ് കഴിക്കണമെന്ന ചിന്ത ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല. കീമോയൊക്കെ കഴിയുമ്പോൾ ഫുഡിനോട് വെറുപ്പൊക്കെ തോന്നി തുടങ്ങും. അത് താങ്ങാൻ ശരീരത്തിനും പറ്റണ്ടേ. മനസ്സിന് കട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരത്തിനും അത് താങ്ങാൻ പറ്റണ്ടേ. എന്നാലല്ലേ നമുക്ക് പഴയതുപോലെ രേണുവിനെ തിരിച്ചു എടുക്കാൻ പറ്റുകയുള്ളൂ. ശാരീരികമായി രേണു ഓക്കെ ആയി വരട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ അവസ്ഥയിൽ ഇത് മാത്രമാണ് പറയാൻ പറ്റുകയുള്ളൂ. അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, അത് മതി. ഇതേക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചേച്ചി ചോദിച്ചതിനാലാണ് പറയുന്നതെന്നും സജന പറയുന്നുണ്ട്. അതേസമയം ആദ്യ കീമോ അനുഭവം പുതിയ വ്ലോഗിലൂടെ രേണു തന്നെ അടുത്തിടെ വെളിപ്പെടുത്തുകയുണ്ടായി. അതിൽ തന്നെ രേണു പറയുന്നുണ്ട് എന്തൊക്കെ വേദനയാണ് അനുഭവിക്കുന്നതെന്ന് തനിക്ക് അറിയില്ല എന്നത്. ക്യാൻസറിനെ പേടിയോ ഭയമോ ഇല്ലെന്നും തന്നെ സ്നേഹിക്കുന്നവരുടെ വേദനയാണ് തനിക്ക് സഹിക്കാൻ കഴിയാത്തതെന്നും രേണു പറയുകയുണ്ടായി. ആദ്യ കീമോയ്ക്ക് ശേഷം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് രേണു. എനിക്ക് നേരെ ഇരിക്കാൻ പോലും വയ്യെന്നും പറഞ്ഞിരുന്നു. ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. മാത്രമല്ല തലകറക്കവുമുണ്ട്. കഴുത്തിന്റെ വശങ്ങളിൽ പൊട്ടലുണ്ട്. തൊണ്ടയിലും പൊട്ടലുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് ഇരിക്കാതെ കിടന്നുകൊണ്ട് സംസാരിക്കുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു. പിക്ലൈനിൽ ബ്ലീഡിംഗ് വന്നതിനാൽ ഞാൻ ആശുപത്രിയിൽ പോയി ക്ലീൻ ചെയ്തിട്ട് തിരികെ വന്നതാണെന്നും രേണു പറയുകയുണ്ടായി. കീമോ എന്ന് കേട്ടിട്ടുള്ളത് അല്ലാതെ അനുഭവിച്ചിട്ടില്ല ഇതുവരെ. ഒരു പേടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്യാൻസറിന് എനിക്ക് ഭയമില്ല. പക്ഷേ ഈ അവസ്ഥ, വേദന, എന്റെ കുഞ്ഞ്, വീട്ടുകാർ, എനിക്ക് ചുറ്റുമുള്ള കുറച്ച് നല്ല മനുഷ്യർ, അവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാതിരിക്കുന്നത് എന്നും രേണു പറയുകയുണ്ടായി. എനിക്ക് ക്യാൻസറിനെ പേടിയോ ഭയമോ ഇല്ല. സത്യം പറഞ്ഞാൽ എന്റെ കണ്ടീഷൻ എനിക്ക് അറിയില്ല. എത്രാമത്തെ സ്റ്റേജ് ആണെന്നും വലിയ ധാരണയൊന്നുമില്ല. ചെറുതായി മാത്രമേ അറിവുള്ളൂ. സ്റ്റേജ് ഏതുമാകട്ടെ, ദൈവം വിടുവിക്കാൻ ശക്തനാണെങ്കിൽ ദൈവം വിടുവിച്ചേ പറ്റുകയുള്ളൂ. കീമോയ്ക്ക് മുൻപ് തുടയിൽ എന്തോ ഒരു മരുന്ന് കുത്തിവെച്ചിരുന്നു. ആന്റിബോഡി ആണെന്നാണ് പറഞ്ഞത്. അത് സാധാരണ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. ലക്ഷങ്ങൾ വിലയുള്ള മരുന്നാണെന്നും രേണു പറയുകയുണ്ടായി. അത് കുത്തിയാൽ മാത്രമേ ശരിയാകുള്ളൂ എന്നാണ് അറിഞ്ഞത്. മെഡിക്കൽ ടേംസ് പറഞ്ഞു തരാനെന്നും എനിക്ക് അറിയില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്നും രേണു വെളിപ്പെടുത്തിയിരുന്നു. ആന്റിബോഡി 17 കീമോ ചെയ്യുമ്പോഴും കുത്തിവെക്കണം. അങ്ങനെ ഒരു കണ്ടീഷനാണ് എന്റേത്. മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്ന ശേഷമാണ് കീമോ തുടങ്ങുന്നതെന്നും രേണു സുധി പറഞ്ഞിരുന്നു. നഴ്സുമാരെയും ഡോക്ടർമാരെയും ദൈവതുല്യരായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. അവരെ ഞാനിപ്പോൾ അടുത്ത് അറിയുന്നുണ്ട്. കീമോയ്ക്ക് ശേഷം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. തളർന്നു പോവുകയാണ് ഞാൻ. 2 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. വീൽ ചെയറിലാണ് കാറിന് സമീപം വരെ എന്നെ കൊണ്ടുവന്നതെന്നും രേണു സുധി വെളിപ്പെടുത്തിയിരുന്നു. വീട്ടിൽ വന്ന ശേഷവും തളർച്ചയായിരുന്നു. ഒപ്പം ശരീരമാസകലം വേദനയും ഉണ്ടായിരുന്നു. എനിക്കറിയില്ല എന്തൊക്കെ വേദനയാണ് അനുഭവിച്ചതെന്ന്. കീമോയ്ക്ക് ശേഷം WBCയുടെ ഇഞ്ചക്ഷൻ എടുക്കുവാനായി ആശുപത്രിയിൽ പോയിരുന്നു. അത് എടുത്തതും ഞാൻ തലകറങ്ങി വീണു. ചേച്ചിയുടെ ദേഹത്തൊക്കെ ഛർദ്ദിക്കുകയും ചെയ്തുവെന്നും ഗ്ലൂക്കോസ് കയറ്റിയെന്നും രേണു സുധി വെളിപ്പെടുത്തിയിരുന്നു. എനിക്ക് രാത്രി ഉറക്കമില്ല. വീട്ടുകാരെയും ഞാൻ ഉറക്കാറില്ല.
അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടമെന്നും രേണുസുതി പറഞ്ഞിരുന്നു. വല്ലാതെ വേദന അനുഭവിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ക്യാൻസർ വാർഡിൽ ചെന്നാൽ മാത്രമേ എന്താണ് ക്യാൻസർ രോഗമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. ആർക്കും ഈ രോഗം വരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണെന്നും രേണു പറയുന്നുണ്ട്. എന്നാൽ രേണുവിന്റെ അവസ്ഥ ഇത്രയും മോശമായിരുന്നിട്ട് കൂടി സുധിയുടെ മൂത്ത മകനായ കിച്ചു ഇതുവരെയും രേണുവിനെ കാണാനോ അവരെ ഒന്നു ചെന്ന് ആശ്വസിപ്പിക്കാനോ കൂട്ടാക്കിയിട്ടില്ല. രേണു കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിലും ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. തനിക്ക് ക്യാൻസർ രോഗമാണെന്ന് അറിഞ്ഞിട്ടും കിച്ചു കാണാൻ വരാത്തതിലുള്ള സങ്കടവും രേണു വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു. വിവാദമുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ലെന്നും കിടപ്പിലായ ഒരാളല്ലേ ഒന്ന് കാണാൻ വരാമല്ലോ എന്നും രേണു പുതിയ വീഡിയോയിലൂടെ സങ്കടം പങ്കുവെക്കവേ പറഞ്ഞിരുന്നു. താൻ അസുഖബാധിതയായ ശേഷം മകൻ ഋതുലിന്റെ മുഖം ചിരി പോലും മാഞ്ഞുപോയെന്നും അവനാണ് എന്റെ ഏറ്റവും വലിയ വേദനയെന്നും രേണുസുതി പറഞ്ഞിരുന്നു. ഒരാഴ്ചയായി ആ കുഞ്ഞ് ഞാനൊന്ന് ചിരിച്ചു കണ്ടിട്ടില്ല. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുകയാണെന്നും ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയില്ലെന്നും രേണുസുതി പറയുകയുണ്ടായി. 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയൊരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെയും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ ഈ ചാനലിൽ കൂടിയായി ഞാൻ ഇത് പറഞ്ഞാൽ വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. വിവാദമാക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ ഇതെന്നും രേണുസുതി പറയുകയുണ്ടായി. അവനോട് എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ക്ഷമിക്കുകയാണ്. ആരും വിവാദമാക്കരുത്. എന്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. കിച്ചു വന്നോ എന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു. അവൻ ഇതുവരെയും എന്നെ വന്ന് കണ്ടിട്ടില്ല. നിങ്ങൾ അവൻ വന്നു എന്ന തരത്തിൽ കണ്ട വാർത്തകളെല്ലാം ഫേക്കാണ്. എന്തു തന്നെയാണെങ്കിലും കിടക്കയിൽ കിടക്കുന്ന ഒരാളെ കാണാൻ വരാമല്ലോ. എന്നെ സ്നേഹിക്കുന്ന എത്രയോ പേർ ഇവിടെ വന്ന് എന്നെ കാണുന്നുവെന്നും രേണുസുതി പറഞ്ഞിരുന്നു. എന്നാൽ രേണു അച്ഛനെ വിവാഹം ചെയ്ത ശേഷവും താൻ പലപ്പോഴായി ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടെന്നും അടുത്തിടെ കിച്ചു വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചതിനോടും ഗ്ലാമറസ് ആയിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിനോടും കിച്ചുവിന് യോജിപ്പുണ്ടായിരുന്നില്ല. പലപ്പോഴും ആ എതിർപ്പ് പരോക്ഷമായി തന്നെ കിച്ചു പുറത്തു പറഞ്ഞിട്ടുമുണ്ട്. രേണുവിനും കുടുംബത്തിനും എതിരെ സംസാരിച്ച ശേഷം ഒരിക്കൽ കിച്ചു കോട്ടയത്തെ സുധിനിലയത്തിൽ വന്നിരുന്നു. അന്ന് അനിയൻ ഋതുലിനൊപ്പം അല്പസമയം ചെലവഴിച്ചത് കിച്ചു വ്ലോഗായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ക്ലോത്തിംഗ് ബിസിനസ്സും വ്ലോഗിങ്ങും പഠനവും എല്ലാമായി കിച്ചു വളരെ ആക്റ്റീവാണ്. പെറ്റമ്മയെ ഉപേക്ഷിച്ചു പോയിട്ടും രേണു വന്ന ശേഷം രേണു തന്നെയായിരുന്നു കിച്ചുവിനെ നോക്കിയിരുന്നത്. കിച്ചുവുമായി 13-14 വയസ്സിന് വ്യത്യാസം മാത്രമേ രേണുവുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രേണുവിന് കഴിയുന്ന തരത്തിലെല്ലാം രേണു കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത്രയും വിവാദങ്ങൾ നടന്നപ്പോഴും കിച്ചു രേണുവിനെ കുറ്റം പറഞ്ഞപ്പോഴും രേണു കിച്ചുവിനെ പറ്റി ഒരു മോശം വാക്കുപോലും സോഷ്യൽ മീഡിയയിലൂടെ മുന്നിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ രേണുവിന് രോഗം സ്ഥിരീകരിച്ച ശേഷം ആളുകൾക്ക് താരത്തോടുള്ള സമീപനത്തിലും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. മുൻപ് രേണുവിനെ കമന്റ് ബോക്സിൽ നിറയെ പരിഹാസവും ചീത്തയും വിളിച്ചിരുന്നവർ ശാപവാക്കുകളും ആയിരുന്നുവെങ്കിൽ ഇന്ന് കമന്റ് ബോക്സ് മുഴുവൻ പ്രാർത്ഥനകളും പോസിറ്റിവിറ്റിയും നിറയുന്ന വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തു തന്നെ പറഞ്ഞാലും രേണുവിനെ ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. വിഷമിക്കാതെ എല്ലാം ശരിയാകും. ധൈര്യമായിരിക്കൂ. എല്ലാം പെട്ടെന്ന് മാറി പഴയതിനേക്കാൾ ഉഷാറായി വേഗം വായു. മുടിയൊക്കെ ഇനിയും വരും. പേടിക്കേണ്ട. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്. മുടിയൊക്കെ പോട്ടെ, അസുഖം ഭേദമായാൽ മതിയായിരുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റുകളെല്ലാം.